വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് 8051ന്റെ ടൈമർ കൗണ്ടർ. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വരിക, ചാറ്റ് ബോക്സിൽ ഇടുക. അത് കഴിഞ്ഞ് അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും കാണുന്നില്ല, ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഒരു 8051ന്റെ ഫീച്ചേഴ്സിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ ഞങ്ങൾക്ക് തന്നു. പ്രോഗ്രാമിങ്ങിലോട്ട് കടക്കുന്നതിന് മുമ്പായുള്ള പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കാണ് ടൈമർ കൗണ്ടർ, അതുപോലെ തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ടൈമർ കൗണ്ടറിന്റെ കുറച്ച് ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം. 2 ടൈമറാണ് 8051 ഉള്ളത്. 8051 ഹാസ് 2 ടൈമേഴ്സ്. ഇതിനെ തന്നെ കൗണ്ടർ ആയിട്ട് ഉപയോഗിക്കും. ടൈമർ 0, ടൈമർ 1. അതായത് ടൈമർ സാധാരണ ടൈം ഡിലേ ജനറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു പ്രോഗ്രാം എഴുതുമ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈ പൊസിഷനിൽ കുറെ സമയം നിർത്തണം, അത് കഴിഞ്ഞിട്ട് ലോവർ പൊസിഷനിൽ കുറെ സമയം നിർത്തണം. അതായത് ആ പ്രോഗ്രാമിൽ ഡിലേ ആവശ്യമാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരു ടൈമർ ഉപയോഗിച്ച് ഡിലേ പ്രോഗ്രാം എഴുതാം, അല്ലാതെയും ഡിലേ പ്രോഗ്രാം എഴുതാം. അതുപോലെ മാത്രമല്ല നമ്മുടെ വേറെ ചില കേസുകളിൽ നമുക്ക് കുറെ സമയം ഈ ഒരു LED ഓൺ ചെയ്ത് നിർത്തുക, അത് തന്നെയാണ് ഈ പറഞ്ഞ കേസും. ഓഫ് ചെയ്ത് നിർത്തുക, അതുപോലെ തന്നെ ഒരു ഡിലേ കൊടുക്കുക, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടൈമർ ഉപയോഗിക്കുക. അത് മാത്രമല്ല കൗണ്ടറായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു റൂമില് ഒരു എൻട്രൻസ് വഴി എത്ര പ്രാവശ്യം എത്ര പീപ്പിൾ കടക്കുന്നു എന്നുള്ളത് കൗണ്ട് ചെയ്യണം, കൗണ്ടർ ഉപയോഗിക്കാം നമുക്ക്. അപ്പൊ ഒരേ സമയം തന്നെ നമ്മളിതിനെ കൗണ്ടർ ആയിട്ടും ടൈമർ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള 2 ടൈമറാണുള്ളത്, 2 16 ബിറ്റ് ടൈമേഴ്സ് ആണുള്ളത്. ഇതിന് നമുക്ക് 8 ബിറ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഈ പറഞ്ഞ ടൈമറിന്റെ വർക്കിംഗ് അതിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ടൈം ഡിലേക്ക് അനുസരിച്ച്, ടൈം പീരീഡിനനുസരിച്ചിരിക്കും. ഫ്രീക്വൻസി ആയാലും ടൈം പീരീഡ് ആയാലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോക്ക് ഫ്രീക്വൻസിയാണ്. ക്ലോക്ക് ഫ്രീക്വൻസി തന്നിട്ട് ചിലപ്പോൾ ഒരു കൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. പക്ഷെ ക്ലോക്ക് ഫ്രീക്വൻസി പറയാതെ തന്നെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞ നോർമൽ കേസിൽ 11.0592 മെഗാഹെർട്സ് ആണ് ക്ലോക്ക് ഫ്രീക്വൻസി. അതല്ലാതെ ചിലപ്പോൾ 12 മെഗാഹെർട്സ് ഇട്ടും സാധാരണ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോ എന്തായാലും നമ്മളിപ്പോ അതെ, അപ്പോ അതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഏകദേശം എന്താ ടൈമർ കൗണ്ടർ ഞാൻ പറഞ്ഞു. ഈ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടൈമർ കൗണ്ടറായിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടൈമർ 0 ഉണ്ട്, ടൈമർ 1 ഉണ്ട്. ടൈമർ 0നെ വീണ്ടും നമ്മൾ ലോവർ ബൈറ്റ് ആയിട്ട് അപ്പർ ബൈറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ TL0, TL1, TH0, TH1. അപ്പൊ തന്നെ 4 രജിസ്റ്റേഴ്സ് ആയി, 8 ബിറ്റ് രജിസ്റ്റേഴ്സാ. ഇനി അത് പോയിട്ട് ടി മോഡ് രജിസ്റ്റർ, ടൈമർ മോഡ് രജിസ്റ്റർ, T-con ടൈമർ കൺട്രോൾ രജിസ്റ്റർ. അപ്പൊ ഇത്രയാണ് ടൈമറുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പൊ ഇത് ഓരോന്നും എങ്ങനെയാണ്, എന്താണ് അതിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞു T0, ടൈമർ 0, ടൈമർ 1 എന്ന് പറയുന്നത് 16 ബിറ്റ് വൈഡ് ആണെന്ന് പറഞ്ഞു. ഓരോ 16 ബിറ്റ് ടൈമറിനെയും നമുക്ക് സെപ്പറേറ്റ് രജിസ്റ്റർ ആയിട്ട് ആക്സസ് ചെയ്യാം, ലോവർ ബൈറ്റ് ആയിട്ടും ഹയർ ബൈറ്റ് ആയിട്ടും ആക്സസ് ചെയ്യാം. അപ്പൊ ഇതിനെ ഈ പറഞ്ഞ ലോവർ ബൈറ്റ് രജിസ്റ്റർ TL0 രജിസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 8 ബിറ്റ് ആണ് ഞാൻ പറഞ്ഞു, ഏതൊരു രജിസ്റ്ററേയും പോലെ നമുക്ക് A രജിസ്റ്റർ, B രജിസ്റ്റർ, R0, R1, R2 ഇതുപോലുള്ള ഏത് രജിസ്റ്ററിനെ ആക്സസ് ചെയ്യും പോലെ TL0യും TH0യും ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളുടെ ഒരു പ്രോഗ്രാം മോഡിലോട്ട് കടക്കുന്നതിന് മുമ്പാണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് പറയുകയാണ്. സിമ്പിൾ എക്സാമ്പിൾ, മൂവ് TL0, #4FH എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട്, ഒരു സ്പേസ് ഇല്ല, 4F ആണ് ഉദ്ദേശിക്കുക. ഹെക്സാഡെസിമൽ വാല്യൂ എന്നുള്ളത് കൊണ്ടാണ് H വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, TL0 എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ അർത്ഥം ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, TL0 എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്. ഈ TL0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക്, TL0 എന്ന് പറയുന്ന രജിസ്റ്റർ ഏതിന്റെ രജിസ്റ്ററാ, ടൈമറുമായിട്ട് ബന്ധപ്പെട്ട 8 ബിറ്റ് രജിസ്റ്ററാണ്.
ആ ടൈമർ സീറോയുടെ ലോവർ ബൈറ്റിലോട്ട് 4F എന്ന് പറയുന്ന ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. ഏതൊരു രജിസ്റ്ററിനെയും പോലെ നമുക്ക് ടൈമർ രജിസ്റ്ററിനെ ഉപയോഗിക്കാം. നമുക്കൊരു ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ താഴെ പറയുന്നത് ശരിയായത് ഏതെന്ന് രീതി ചോദിക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ബിലോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ ഇങ്ങനെ ആയിരിക്കാം, വി ക്യാൻ ആക്സസ് ടൈമർ രജിസ്റ്റർ ആസ് എനി അതർ രജിസ്റ്റർ എന്ന് വേണം ചോദിക്കാം. അല്ലെങ്കിൽ ക്യാൻ ബി ആക്സസ് ലൈക്ക് എനി അതർ രജിസ്റ്റർ എന്ന് പറഞ്ഞ് ചോദിക്കാം. എന്നിട്ട് കനോട്ട് എന്ന് പറഞ്ഞ് രണ്ടത്ത് ചോദിക്കാം. എന്നിട്ട് പിന്നെ പറയാം ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. അങ്ങനെ പല ഓപ്ഷൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ വർക്ക് ഇതിന്റെ ആ പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് ഏത് രജിസ്റ്ററിനെയും പോലെ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് ഒരു മൂവ് R5,TH0 എന്ന അർത്ഥം എന്താ? TH0 കണ്ടന്റ് R5 ലോഡ് ചെയ്യും. അപ്പൊ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഞാൻ പറയാം. എന്തായാലും ഇത് പറഞ്ഞത്രേ ഉള്ളൂ. നമ്മള് ഇതൊരു 16 ബിറ്റ് രജിസ്റ്റർ ആണ്. 8 ബിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. വേറെ ഏതൊരു രജിസ്റ്ററിനെയും പോലെ ഇതിനെ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ടൈമർ 1 അങ്ങനെ തന്നെയാണ്. നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ലോവർ ബൈറ്റും അപ്പർ ബൈറ്റും. നിങ്ങൾ ഇതുവരെ ഞാൻ പറയാത്ത ഒരു പുതിയ ഭാഗമാണ് ടി മോഡ് രജിസ്റ്റർ. അത് എന്താന്ന് ഞാൻ പറഞ്ഞു. അത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ റിലേറ്റ് വിത്ത് ടൈമർ. ടി മോഡ് രജിസ്റ്റർ അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 2 ടൈമർ ഉണ്ടെന്ന് പറഞ്ഞു. മൊത്തം ടി മോഡ് രജിസ്റ്ററിന് 8 ബിറ്റ് ഉണ്ട്. അതിന് രണ്ട് ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് ഒന്ന് ലോവർ ബൈറ്റ് എന്ന് പറയുന്നത് ടൈമർ 0 വേണ്ടിയുള്ളതും അപ്പർ ബൈറ്റ് എന്ന് പറയുന്നത് ടൈമർ 1 വേണ്ടിയുള്ളതും. നമുക്കറിയാം നമ്മുടെ 8051 ടൈമർ 4 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഏത് മോഡ് വേണമെന്ന് സെലക്ട് ചെയ്യുന്ന 2 ബിറ്റ് ആണ് ഈ പറഞ്ഞ M1 M0. ടൈമർ 1 മോഡ് സെലക്ട് ചെയ്യാൻ ഈ M1 M0 ഉപയോഗിക്കും. അതായത് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന M1 M0 ഉപയോഗിക്കും. ടൈമർ 0 മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ലോവർ ബൈറ്റ് ആയിട്ടുള്ള M1 M0 ഉപയോഗിക്കും. അതായത് ടൈമർ മോഡ് രജിസ്റ്റർ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാ? ഒന്ന് മോഡ് സെറ്റ് ചെയ്യുക, പിന്നെ കൗണ്ടർ ആണോ ടൈമർ ആണോ എന്ന് തീരുമാനിക്കാൻ. വേണമെങ്കിൽ ചോദിക്കാം, കൗണ്ടർ ആണോ ടൈമർ ആണോ എന്ന് തീരുമാനിക്കുന്നതിന് അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നത് ഡിസൈഡ് ചെയ്യുന്നതിനുള്ള രജിസ്റ്റർ സഹായിക്കുന്ന രജിസ്റ്റർ ഏതാ, അല്ലെങ്കിൽ ബിറ്റ് ഏത് രജിസ്റ്ററിലുള്ള ഏത് ബിറ്റ് ആണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ C/T ബിറ്റ് ഓഫ് ടി മോഡ് രജിസ്റ്റർ. ടി മോഡ് രജിസ്റ്റർ ആണ് അത് സഹായിക്കുന്നത്. മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ടി മോഡ് രജിസ്റ്റർ. അപ്പൊ ടി മോഡ് രജിസ്റ്ററിന്റെ ഫംഗ്ഷൻ ഒന്ന് പറഞ്ഞത് ഈ പറഞ്ഞ മോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി, 2 കൗണ്ടർ ആണോ ടൈമർ ആണോ എന്ന് നിങ്ങൾ നോക്കിയേ. ഇത് കൗണ്ടർ ആണോ ടൈമർ ആണോ എന്ന് എങ്ങനെ തീരുമാനിക്കുക നോക്കുക. C/T bar എന്നാണ് ഇത് ആക്ച്വലി പറയുന്നത്. ഒരു പിക്ചറിന് ചെറിയ പ്രശ്നമുണ്ട്. C/T bar എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ബിറ്റ് 0 ആണെങ്കിൽ അത് ടൈമർ ആയിട്ട് വർക്ക് ചെയ്യും, 1 ആണെങ്കിൽ അത് കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യും. വളരെ ശ്രദ്ധിക്കുക, ഈ പർട്ടിക്കുലർ ബിറ്റ് 0 ആണെങ്കിൽ അത് ടൈമർ ആയിട്ട് വർക്ക് ചെയ്യും, അത് 1 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യും. എക്സ്റ്റേണലി ഗേറ്റിന്റെ ഫംഗ്ഷൻ ഞാൻ പറയാം, അടുത്തൊരു ഡയഗ്രാം വെച്ച് പറയാം. ഗേറ്റ് ഇപ്പൊ ഏതായാലും 4 ബിറ്റും രണ്ടിന്റെയും സെയിം തന്നെയാണ്. അടുത്ത ഗേറ്റിന്റെ ഫംഗ്ഷൻ കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഏതൊരു ടൈമറിനെയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ടൈമർ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൺ എന്ന് പറയുന്നു, അത് ഒരു കമന്റാ. ടൈമർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു. അപ്പൊ 1 0 1 2 3 4 5 6 7 8 ഇങ്ങനെ രീതിയിൽ റൺ ചെയ്തിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് അവസാനം ഒരു പോയിന്റിലെത്തിട്ട് തിരിച്ച് വീണ്ടും ഓവർഫ്ലോ ആയി FF-ന്ന് 0 തിരിച്ചു വരുന്ന സംഭവം. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഏതൊരു ടൈമറിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഇനി ഗേറ്റ് ഞാൻ പറഞ്ഞു ഗേറ്റ് എന്താന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഗേറ്റ് എന്നൊരു പർട്ടിക്കുലർ ബിറ്റ് ഉണ്ട്, അതെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഗേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇന്റേണലി കൺട്രോൾ ചെയ്യുക. അത് ഇന്റേണലി ടൈമറിനെ കൺട്രോൾ ചെയ്യാനാണ് ഗേറ്റ് 0 ആക്കി വെക്കുക. അതായത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഓഫ് ദ ടൈമർ ആർ കൺട്രോൾഡ് ബൈ ദ വേ ഓഫ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. എന്താണെങ്കിൽ ഈ പറഞ്ഞ ഗേറ്റ് 0 ആണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് സെറ്റ് ബി TR0 എന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല് അത് TR0 ബിറ്റ് സെറ്റ് ചെയ്യുന്നു. ക്ലിയർ TR0 എന്ന് പറഞ്ഞാൽ റീസെറ്റ് ചെയ്യുന്നു. TR0 ടൈമർ റൺ ബിറ്റ് 0 ആകുന്നു. സെറ്റ് ബി TR0 മീൻസ് എന്താ ചെയ്യുന്നത്?
TR0 എന്ന് പറയുന്ന പർട്ടിക്കുലർ ബിറ്റ് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്യാൻ മീൻസ് 1 ആക്കുക. CLR ക്ലിയർ TR0 മീൻസ് അതിനെ 0 ആക്കുക. രണ്ടാമത്തത് ഗേറ്റ് 1 ആണെന്ന് നമുക്ക് എക്സ്റ്റേണലി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന. ശ്രദ്ധിക്കുക, ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ അതായത് T മോഡ് രജിസ്റ്ററിലെ ഗേറ്റ് എന്ന് പറയുന്നത് അതിന്റെ അത് 1 ആക്കുമ്പോഴത്തേക്ക് ആ പർട്ടിക്കുലർ എക്സ്റ്റേണലി കൺട്രോൾ ചെയ്യാണ്. അതായത് ഗേറ്റ് 1 ആണെങ്കിൽ അതിനെ സോഫ്റ്റ്വെയർ വെച്ചും ഹാർഡ്വെയർ വെച്ച് എക്സ്റ്റേണൽ സോഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാം. ടൈമർ കൗണ്ടർ ഇനേബിൾ ആകുന്നത് ഈ INT പിൻ ഇന്ററപ്റ്റ് പിന്നെ ഹൈ ആകുമ്പോഴും അതുപോലെ തന്നെ TR കൺട്രോൾ പിന്നെ 1 ആയിരിക്കുമ്പോഴും. ടൈമർ റൺ 1 എന്ന് പറഞ്ഞാൽ ടൈമർ റൺ ചെയ്യുക, ടൈമർ വർക്ക് ചെയ്യുക. 0 ആക്കുക റീസെറ്റ് ആക്കുക എന്ന് അർത്ഥം. അത് ഇത്ര ഓർത്തിരിക്കുക. ഗേറ്റ് 0 ആണെങ്കിൽ അതിന് ഇന്റേണലി ആണ് കൺട്രോൾ ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ വെച്ച് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഗേറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണലി കണക്ട് ചെയ്യുക, അതായത് സോഫ്റ്റ്വെയർ വെച്ചും എക്സ്റ്റേണൽ സോഴ്സ് വെച്ചും കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ? അതാണ് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതിൽ.